ഹലോ, വാട്സാപ്പ്, ഇറ്റ്സ് മീ ജമം ആപ്പിൾ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫ്രണ്ടിൻ്റെ മകൻ്റെ ബർത്ത്ഡേക്ക് പോയ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ജമം ആപ്പിൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ മകൻ്റെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു ഇന്ന്. ഞങ്ങൾ ജർമ്മനിയിലേക്ക് വന്ന സമയത്ത് നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നത് നമ്മുടെ നല്ല നല്ല ഫ്രണ്ട്ഷിപ്പുകളാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ഫ്രണ്ട്സും തന്നെ ഉണ്ടായിരുന്നില്ല. അന്നേരത്ത് നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ ഇത്രമാത്രം വാല്യുബിൾ ആയിട്ടുള്ളതായിരുന്നു എന്ന്. ഇവിടെ നിന്ന് കുറേ നാൾ കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ കിട്ടി. അങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ മകൻ്റെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു കഴിഞ്ഞ ദിവസം. സത്യം പറഞ്ഞാൽ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനേക്കാൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യുക, നമ്മുടെ റിലേഷൻഷിപ്പ് ഒന്നുകൂടെ മെയിൻറ്റെയിൻ ചെയ്യുക, എല്ലാവരുമായിട്ടൊന്ന് കമ്പനി കൂടുക, അതൊക്കെയായിരുന്നു നമ്മുടെ പ്രധാന ഉദ്ദേശം. ഈ ഒരു മിസ്സിങ് നമുക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അവർ നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോൾ അവർക്ക് സ്കൂളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് ഇംഗ്ലീഷോ ജർമ്മനോ ഒക്കെ സംസാരിക്കുന്ന ഫ്രണ്ട്സ് മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ വരുമ്പോഴാണ് ശരിക്കും അവരുടെ തന്നെ ഭാഷയെ സംസാരിക്കുന്ന കൂട്ടുകാർ അവർക്ക് കിട്ടുന്നത്. അത് കാരണം അവർക്കും വാതോരാതെ അവരോട് സംസാരിക്കാനും അവരോട് കൂട്ടുകൂടാനും ഒക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മളിവിടെ വന്ന് ബർത്ത്ഡേയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടി ആഘോഷിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ മറ്റുള്ളവരെ ശല്യപ്പെടുത്തില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. പ്രത്യേകിച്ച് ഇവിടുത്തെ നേറ്റീവ്സിന്. നമ്മൾ മലയാളത്തിൽ ഉറക്കെ സംസാരിക്കുന്നത്, ഒച്ച വെക്കുന്നത്, അല്ലെങ്കിൽ പാട്ട് വെക്കുന്നത്, ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ എത്ര ചെറിയ വലിയ പരിപാടി ഓർഗനൈസ് ചെയ്താലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ലെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു പരിപാടി ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു വൈകുന്നേരത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അയൽക്കാരധികം ഉണ്ടായിരുന്നില്ല, മൊത്തം ഫാക്ടറീസൊക്കെ ആയിരുന്നു ഇവിടെ. സ്വാഭാവികമായും രാത്രി കാലങ്ങളിൽ ഫാക്ടറീസൊക്കെ അടച്ചിടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു രീതിയിലും മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാതെയായിരുന്നു ഈ ഒരു പരിപാടി ഞങ്ങളിവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്, ഡാനിയൽ എന്നാണ് ഇവൻ്റെ പേര്. ഇവൻ്റെ 5ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. ആളിച്ചിരി കുറുമ്പനൊക്കെ ആട്ടോ. അങ്ങനെ ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ചു, ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു. സോ ഇവിടുത്തെ ബർത്ത്ഡേ കേക്കിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമുക്ക് നാട്ടിലെ കൂട്ട് വെറൈറ്റീസ് ഓഫ് ബർത്ത്ഡേ കേക്ക്സ് ഇവിടെ മേടിക്കാൻ കിട്ടത്തില്ല. സോ ഇതൊരു റെഡ് വെൽവെറ്റ് കേക്കാണ്. ഇത് നമ്മുടെ തന്നെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ടാക്കിയതാണ്. പുള്ളി പേസ്ട്രി ഷെഫാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വെറൈറ്റീസ് ഓഫ് കേക്ക്സ് മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. അടുത്തൊരു വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുകയായിരുന്നു. ഞങ്ങൾ ആരും തന്നെ ഫുഡ് ഉണ്ടാക്കുന്നതിൽ എക്സ്പേർട്ടല്ല. അറിയാവുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്തും പിന്നെ യൂട്യൂബ് നോക്കിയൊക്കെ ആയിരുന്നു ഞങ്ങൾ ശരിക്കും ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചത്. അതും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കുക്ക് ചെയ്യുന്നതും ഒക്കെ. എന്തായാലും നമ്മുടെ ഫുഡ് അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. എല്ലാവരുടെയും സഹകരണത്തോടെ വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം ഞങ്ങൾക്കിവിടെ റെഡിയാക്കാൻ പറ്റി. അതിനുശേഷം കുട്ടികളാണ് നമ്മുടെ ടാസ്ക്. നമുക്ക് കുറേയധികം കുട്ടികളുണ്ടായിരുന്നുകൊണ്ട് അവരെ ഒന്ന് നിയന്ത്രിക്കുക. അപ്പോൾ ആദ്യം അവർക്ക് ഭക്ഷണം കൊടുത്ത് നമ്മൾ അവരുടെ ഏരിയയിലേക്ക് അവരെ വിട്ടു. അതിനുശേഷം ജെൻസ് അവരെല്ലാവരും അവരുടെ ഏരിയയിൽ പോയി. പിന്നെ ഞങ്ങളെല്ലാവരും കൊച്ചു വർത്താനമൊക്കെ ആയിട്ട് ഞങ്ങളും ഒന്ന് സെറ്റായി. പിന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുട്ടികൾക്കായിട്ട് ചെറിയൊരു കലാപരിപാടി പോലെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ വർത്താനം പറഞ്ഞിരുന്നു, സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രാത്രി ഏറെ നേരം വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞിരുന്നു. കുറേ നേരം ഞങ്ങൾ ചീട്ട് കളിച്ചിരുന്നു. ഞങ്ങളെല്ലാവരും മത്തായിപ്പോയി. കുറേ പേരൊക്കെ അപ്പം തന്നെ പോയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ പേരൊക്കെ ബർത്ത്ഡേ വീട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു ഇത്രയും ഫ്രണ്ട്സ് ഒന്നിച്ചൊരു വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയൊരു മെമ്മറബിൾ ഡേ ആയിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ ആട്ടോ ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിച്ചത്. സോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. സോ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാച്ചാൽ ലൈക്ക് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ, ഫോളോ ചെയ്തോളൂ, എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ കേട്ടോ. സോ നിങ്ങളുടെ ഓരോ കമൻസും ലൈക്കും ഒക്കെയാണ് ഞങ്ങളുടെ പോലുള്ള ബിഗിനേഴ്സിന് വീണ്ടും വീഡിയോസ് ചെയ്യാനൊരു കോൺഫിഡൻറ്റ് കിട്ടുന്നത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ മഞ്ജു ജോബിൻ സൈനിങ് ഔട്ട്.